മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന എമ്പുരാൻ എന്ന സിനിമ. സമീപകാലത്തെ മലയാള സിനിമയിൽ ലൂസിഫർ എന്ന ഒറ്റ ചിത്രം കൊണ്ട് മോഹൻലാൽ എന്ന നടൻ പൃഥ്വിരാജ് എന്ന നവാഗത സംവിധായകനും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. മോഹൻലാൽ എന്ന താരത്തെയും ഒരു പരിധിവരെ മോഹൻലാൽ എന്ന നടനെയും പരമാവധി ഉപയോഗിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു ലൂസിഫർ. എന്നാൽ ഇപ്പോൾ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴിതാ പ്രേക്ഷകരെ ആവേശത്തിലാക്കിക്കൊണ്ട് ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ആർട്ട് ഡയറക്ടർ മോഹൻദാസാണ് റിലീസ് തീയതി ഒരു പ്രാദേശിക ചാനലിന് നൽകിയത്. ആ ചാനലിന്റെ അഭിമുഖത്തിൽ പറയുന്നത് മാർച്ച് 28, 2025 എന്നാണ് മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറും റിലീസ് ചെയ്തിരുന്നത് മാർച്ച് 28 തന്നെയായിരുന്നു എന്നൊരു പ്രത്യേകതയും ഇതിനോടൊപ്പമുണ്ട്. ഓറഞ്ച് എന്ന സിനിമയിലൂടെയാണ് ഇൻഡിപെൻഡന്റായി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. 2018 എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതിന് പിന്നാലെയായിരുന്നു മോഹൻദാസ് പ്രാദേശിക ചാനലിൽ ഈ വിവരം പറഞ്ഞത്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്ന പ്രഖ്യാപനത്തോടെയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരുന്നുവെന്നും എങ്ങനെയാണ് സ്റ്റീഫൻ എബ്രഹാം ഖുറേഷി ആയതെന്നുമാണ് എമ്പുരാൻ പ്രധാനമായും പ്രമേയമാക്കുന്നത്. ലൂസിഫറിൽ കണ്ട ടൈം ലൈനിന് മുമ്പും നടന്ന കാര്യങ്ങളും ശേഷം നടന്ന കാര്യങ്ങളും എമ്പുരാനിലുണ്ടാകും. സുരാജ് വെഞ്ഞാറമ്മൂട്, ഷറഫുദ്ദീൻ, ഷൈൻ ടോം ചാക്കോ, മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, ഇന്ദ്രജിത്ത്, സായ് കുമാർ, നന്ദു, ബൈജു തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. തമിഴിൽ നിന്നും അർജുൻ ദാസും ബോബി സിംഹയും ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരണങ്ങൾ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സുജിത് വാസുദേവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലായിരിക്കും ചിത്രം പ്രദർശനത്തെത്തുന്നത്.